പി.വി. അൻവറിനെതിരെ ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ കാട്ടാൻ ആക്രമണത്തെക്കുറിച്ച് ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നപ്പോൾ അൻവറിനെ കണ്ടില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ജനവാസ മേഖലയിൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനെതിരെ ആര്യാടൻ മുഹമ്മദ് സംസാരിച്ചപ്പോൾ അൻവറിന്റെ അഭിപ്രായം കേട്ടില്ല. കരുളായിലെയും വഴിക്കടവിലെയും ആദിവാസികൾക്ക് വേണ്ടി വിരലനക്കാൻ കഴിഞ്ഞിട്ടില്ല. പി.വി. അൻവർ വൈകിപ്പോയെന്നും ബാക്കി മുന്നണി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അൻവർ ഡി എം കെയിൽ ചേരുന്നു എന്ന് വലിയ വാർത്ത ഒക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു. അൻവറും പറഞ്ഞു. അത് കഴിഞ്ഞ് TMCയിൽ ചേരുന്നു എന്ന വാർത്ത വന്നു. ഇപ്പൊ UDF ചേരുന്നു എന്ന് വാർത്ത വന്നു. ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണം. അതിന്റെ ആവശ്യമുണ്ട്. അല്ല, അത് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ കഴിഞ്ഞതിലൊക്കെ പ്രതികരിക്കണ്ടേ? ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ. DMKയിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് DMK അല്ല പറഞ്ഞത്. അൻവർ TMCയിൽ ചേരാൻ പോകുന്നു എന്ന് TMC അല്ല പറഞ്ഞത്. അൻവർ UDF ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും UDF അല്ല പറയുന്നത്. അല്ല, UDF അല്ല പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, അതൊക്കെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരും. ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ ഞാൻ 1-ാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത. ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കെതിരെ കേസ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ 1-ാം സർക്കാരാണെങ്കിലും 2-ാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല. മാത്രമല്ല, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം, കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിൻ്റെ യോഗത്തിൽ വെച്ച് ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കില്ല. നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത്, ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. അന്നും നമ്മൾ പി.വി. അൻവറിന്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല. വസ്തുത അല്ല, അത് അറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ ഒരു കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താവണം എന്നുള്ളത് ആലോചിച്ചാലല്ലേ പറയാൻ പറ്റൂ. അദ്ദേഹം നേരത്തെ DMK എന്ന് പ്രഖ്യാപിച്ചതല്ലേ. അദ്ദേഹം പിന്നെ TMCയെ കുറിച്ച് ആലോചിച്ചതല്ലേ. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് DMK ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. TMCയുടെ കാര്യത്തിലും TMC ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇത് UDF ആണെങ്കിൽ അത് ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനമല്ലേ. പലർക്കും അങ്ങനെ UDF വരാനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കൽ സ്വാഭാവികമാണ്, അവരുടെ ആഗ്രഹമാണ്. പക്ഷെ UDF എടുക്കണ്ടേ എന്നാൽ UDF ചർച്ച ചെയ്തല്ലേ തീരുമാനിക്കാൻ പറ്റും. UDF അങ്ങനെ തീരുമാനം എടുത്താൽ കോൺഗ്രസ് പാർട്ടി തീരുമാനം എടുക്കണം. ആദ്യം കോൺഗ്രസ് പാർട്ടി UDF നയിക്കുന്ന പാർട്ടിയല്ലേ, അവരാലോചിച്ചിട്ടല്ലേ തീരുമാനിക്കാം. അല്ല, അങ്ങനെ എടുക്കുമ്പോഴല്ലേ. നിലമ്പൂർ ബൈപ്പാസ് മാത്രമാണോ തോമസിറ്റി? നിലമ്പൂർ ബൈപ്പാസ് എന്തിന്റെ പേരിലാണ് 2016 ഇവിടെ മത്സരം നടന്നത്? ആ ബൈപ്പാസിന് ഇതുവരെയായിട്ട് എത്ര വർഷമായി? 9 കൊല്ലമായി നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ്. അതൊന്ന് പൂർത്തീകരിക്കാൻ അതിലൊരു കൊട്ട മണ്ണ് അഡീഷണൽ ഇടാൻ സാധിക്കും.